നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറയാട്ടോ, അതായത് 10 മണി ചെടീനെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല അല്ലേ. ആ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു പൂക്കളായിരിക്കും. അപ്പോൾ നമ്മുടെ 10 മണി ചെടിയിൽ പൂക്കൾ വിരിയാനുള്ള ചെറിയ ചെറിയ നല്ല ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത്. അതുപോലെ ഒരു 10 മണി ചെടി എങ്ങനെ നടണം, എന്ത് വളം കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കൈവശമുള്ള നമ്മുടെ 10 മണി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒന്ന് കണ്ടാലോ. എന്ത് ഭംഗിയാണെന്നറിയാം. നമ്മുടെ ചെടിയിലിങ്ങനെ ഈ ഒരു നല്ലൊരു വെയിലുള്ള സമയമായതുകൊണ്ട് നിറച്ച് പൂക്കളാണ് കേട്ടോ നമ്മുടെ 10 മണി ചെടിയിൽ. അതുപോലെ നമ്മുടെ 10 മണി ചെടിയിൽ പോർട്ടലക്കേൻ്റെ വെറൈറ്റി ഉണ്ട്, സിൻഡർല വെറൈറ്റി, ജംബോ, ടയാര, ഇങ്ങനെയുള്ള പല വെറൈറ്റീസ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ട് കേട്ടോ. ഇതുപോലെയുള്ള 10 മണി ചെടിയുടെ കട്ടിങ്സൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇവിടെ ഒരു കസ്റ്റമർ വാങ്ങിയതാണ്, അപ്പോൾ നമുക്കത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2, 3 അല്ലെങ്കിൽ ഒരു 4 കട്ടിങ്സ് ഇതുപോലെ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടായിരിക്കും കേട്ടോ നമ്മളിവിടെ നിന്ന് അയച്ചു തരുന്നത്. ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് മൊത്തത്തിലൊന്ന് പ്രൂൺ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന്. അപ്പോൾ ഇതുപോലത്തേക്കാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നമ്മുടെ കൈവശം ഈ ഒരു 10 മണിൻ്റെ കട്ടിങ്സ് ഉണ്ടല്ലോ, ഒരു 35-40 വെറൈറ്റീസോളം ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ 10 മണി ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ലോണം പൂവൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുമ്പം വേറെ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ നട്ട് കൊടുക്കും കേട്ടോ. പുതിയ കട്ടിങ്സൊക്കെ എടുത്ത് ഇതുപോലെ നല്ല പരമാവധി നമ്മുടെ 10 മണി ചെടി ഉണ്ടല്ലോ നല്ല വിസ്താരമുള്ളൊരു പോട്ടിൽ നടുവാണെങ്കിൽ നമുക്ക് അത്രയും ഭംഗിയായിരിക്കും അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ 10 മണി ചെടി നല്ല ഇളക്കമുള്ള പോട്ടി മിക്സറിൽ നട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 10 മണിക്ക് കൊടുക്കേണ്ട നല്ലൊരു വളം കൂടി ഉണ്ട് കേട്ടോ, നമുക്കതും കൂടെ കാണാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ചെടിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നട്ടിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ ഫ്ലവർ വിരിയാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടോ നമ്മുടെ റെഡും വൈറ്റും എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ആ ഒരു 2 കളറ് നമ്മളൊരു പോട്ടിലായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കണേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്കിതുപോലെ നല്ല കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാവേ. അപ്പം ഞാനിങ്ങനെ പല വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ചെടികളെ വളർത്തുന്നവർ കുറച്ച് ചാണകപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പം അതൊന്നും കിട്ടാൻ മാർഗ്ഗം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജൈവ രീതിയിലുള്ള എന്താ പറയുക കമ്പോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടല്ലോ, ഒന്നുകിൽ നമ്മുടെ കയ്യിൽ യൂറിയ ഉണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം 1 സ്പൂണോളം എപ്സോം സാൾട്ട് കേട്ടോ. അപ്പം ഞാനൊരു എപ്സോം സാൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിക്കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികളുണ്ടല്ലോ നോക്കി നിൽക്കുമ്പോൾ വളരും കേട്ടോ, അത്രയും ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇനി ഇതുപോലെ നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടീൻ്റെയും ചോട്ടിക്കൂടെ നമുക്കിതുപോലെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലവറും തരും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചെടീനെ നമുക്ക് നല്ല ബുഷിയാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഈ ഒരു തലഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റിലെ തന്നെ ചെടീൻ്റെ ഫ്ലവർ വിരിയാനായിട്ട് മുട്ട് കാണുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് ചെടി നല്ല നമ്മുടെ പോട്ടിൽ നല്ല ബുഷിയായെന്ന് കണ്ടതിന് ശേഷം ഫ്ലവർ വരാനായിട്ട് അനുവദിച്ചാൽ മതി. പിന്നീട് ആ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമേ. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല പൂക്കൾ നമ്മുടെ ചെടിയിൽ വിരിയിക്കാനായിട്ട് നല്ല വളങ്ങളൊക്കെ കൊടുക്കുക. അപ്പം നമുക്കിനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, കമൻറ്റ് ഇതൊന്നും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.